അവകാശരേഖകളുടെ കാവലാളായി 1.5 നൂറ്റാണ്ട് പിന്നിട്ട സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പിന്റെ ആത്മാവ് തൊട്ടുണർത്തുന്ന പ്രദർശനവുമായാണ് സഞ്ചരിക്കുന്ന എക്സിബിഷൻ ബസ് ജില്ലാ പര്യടനം പൂർത്തിയാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകളിൽ ഏറ്റവും മുതിർന്ന രജിസ്ട്രേഷൻ വിഭാഗത്തിന് വയസ്സ് 150 പിന്നിട്ടു. ഈ അവസരത്തിലാണ് അധികമാരും ശ്രദ്ധിക്കാത്ത വകുപ്പിന്റെ പ്രാധാന്യവും സവിശേഷതകളും സേവനങ്ങളും ശരിയാം വിധം ജനങ്ങളിലെത്തിക്കാനുള്ള ശ്രമം വകുപ്പ് നടത്തിയത്. ഇതിന്റെ ഫലമായാണ് ദക്ഷിണ മധ്യ ഉത്തര മേഖലകളിലായി സംസ്ഥാന ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ മൊബൈൽ എക്സിബിഷൻ സംഘടിപ്പിച്ചത്. രജിസ്ട്രേഷൻ വകുപ്പിന്റെ ചരിത്രത്തിൽ തുടങ്ങി പുരാതന മുദ്രപത്രങ്ങളുടെയും വിൽപത്രങ്ങളുടെയും ചിത്രങ്ങൾ സഹിതം പ്രത്യേകം സജ്ജീകരിച്ചതായിരുന്നു എക്സിബിഷൻ ബസ്. മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ 1986 സ്വന്തം മകൾക്ക് ഇഷ്ടദാനം ചെയ്തതിന്റെ ആധാരം, നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ 1101 ആണ്ടിലെ വിൽപത്രം, വിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തിരുപ്പുറം ജില്ലയിലെ വിലയാധാരം, സാഹിത്യകാരി കമല സുരയ്യ കേരള സാഹിത്യ അക്കാദമിക്ക് ദാനം ചെയ്ത ഭൂമിയുടെ സുകുമാർ അഴീക്കോടിന്റെ കയ്യൊപ്പോട് കൂടിയ ആധാരം, പഴയകാല രജിസ്ട്രേഷൻ ഓഫീസുകളുടെ ചിത്രം, ഇങ്ങനെ കാഴ്ചക്കാരിൽ കൗതുകവും അറിവും സമന്വയിപ്പിച്ചാണ് പ്രദർശനം മുന്നേറിയത്. ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യം പൊതുജനങ്ങളെയും മറ്റ് വിഭാഗങ്ങളെയും അറിയിക്കുന്നതിനൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു പ്രദർശനം, ഒരു എക്സിബിഷൻ, ഒരു മൊബൈൽ എക്സിബിഷനായിട്ട് ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത്. 2 ദിവസങ്ങളിലായി ജില്ലയുടെ പ്രധാന ഗ്രാമനഗര വീഥികളിലും രജിസ്ട്രേഷൻ ഓഫീസുകളുടെ മുൻപിലായും മറ്റും ബസ് അറിവിന്റെ പുതുവാതായനം തുറന്നു നിന്നു. കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേരാണ് ഈ തലമുതിർന്ന സർക്കാർ വകുപ്പിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാനായി എത്തിയത്. പ്രദർശനം കാണാൻ എത്തുന്നവർക്ക് വിവരങ്ങൾ പറഞ്ഞു നൽകാനായി പൊതുപ്രവർത്തകനായ സത്യൻ ലാലൂരും ബസ്സിനൊപ്പമുണ്ടായിരുന്നു. ഉത്തര മധ്യമേഖലാ രജിസ്ട്രേഷൻ DIG KG വേണുഗോപാൽ, ജില്ലാ രജിസ്ട്രാർ ജനറൽ OA സതീഷ് എന്നിവരാണ് ജില്ലയിലെ പര്യടനത്തിന് നേതൃത്വം നൽകിയത്. രജിസ്ട്രേഷൻ വകുപ്പിനെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ തെറ്റായ ധാരണയകറ്റാൻ ഉതകുമാറാണ് മൊബൈൽ എക്സിബിഷൻ ബസ് ജനമനസ്സുണർത്തി സഞ്ചാരം നടത്തിയത്.